കേരളത്തിലെ വിശ്വാസികളെ, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഹിന്ദു അയ്യപ്പ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ അപമാനിച്ച ഭരണകർത്താവാണ്. ആ വാക്കാണ് ഉപയോഗിക്കുക. അപമാനിക്കുക മാത്രമല്ല, അയാൾ ഈ പോലീസിനെ കൊണ്ട് നാമജപ യാത്രയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പല ഇൻസിഡന്റ്. ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ട്. അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. അതിന് ഒരു കാരണവശാലും അയാൾ ഈ പറയുന്ന കാര്യത്തിൽ അക്സെപ്റ്റഡ് അല്ല. എന്നിട്ട് അയാൾ ഉണ്ടാക്കിയെടുത്തൊരു വൃത്തികെട്ട സംഭവം ഉണ്ട്, നവോത്ഥാനം, ഇഡിയോമാറ്റിക്. ഈ സുപ്രീം കോർട്ട് വിധി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇതിനെപ്പറ്റി ഒരു സാധനം എഴുതി. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഏകദേശം 1000കണക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ വിധികളും മറ്റുള്ള വിധികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയുടെ പല ഇഷ്യൂവും കൊണ്ട് നടപ്പിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തുവാണ് അതൊക്കെ ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നത്? അപ്പൊ സുപ്രീം കോർട്ടിന് ഒരു അപ്പീൽ കൊടുക്കും, അല്ലെങ്കിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യും. ഇതിനെപ്പറ്റി പഠിച്ച് മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മളത് ലേറ്റർ ഇംപ്ലിമെന്റ് ചെയ്യും. അതവിടെ കിടക്കും. ഇപ്പൊ ഓർത്തഡോക്സ് സഭ യാക്കോബ സഭാ തർക്കം അന്ന് ഞാൻ കോട്ട് ചെയ്ത വിഷയമായിരുന്നു. അപ്പൊ അതിനകത്ത് സുപ്രീം കോർട്ട് പറയുന്നുണ്ട് ഇതെല്ലാം ഓർത്തഡോക്സ് സഭയുടെയാണ്, ഗവൺമെന്റ് അത് പിടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അന്ന് ഇയാള് ഈ സംഭവമെല്ലാം കാണിച്ചോ, ഈ യാക്കോബ സഭയുടെ പള്ളികളെല്ലാം പിടിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റിയോ?